വാരിക വന്നു എന്നറിഞ്ഞു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? സുഖ കുറുപ്പ് സാറേ. രാജീവ് എന്ത് പറയുന്നു? എന്നെ എപ്പ കണ്ടാലും സംസാരിക്കാതെ വിടില്ല. വലിയ കാര്യ. സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ഒരാളാ. കൂടെ വന്നിട്ടില്ലേ? ഇല്ല, ആളിപ്പോ വിദേശത്താ. അറിവുള്ളവർക്ക് ലോകം മുഴുവൻ പറക്കാൻ പറ്റും. പറക്കട്ടെ. അതിന്റെ ഗുണവും നിങ്ങൾക്ക് അനുഭവിക്കാലോ. ഓ, അനുഭവം കൂടിയിട്ട് അവൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. സാറിന് ചായ വേണോ കാപ്പി വേണോ? ചായ ആയിക്കോട്ടെ. മധുരം ആ വഴിക്കേ പോണ്ട കേട്ടോ. അതെനിക്കറിയാം. ആ, കായൽ തീരത്ത് നല്ല ജനക്കൂട്ടം. അതിന്റെ കുറുപ്പ് സാറേ, വല്ല സിനിമ ഷൂട്ടിംഗ് കാര്യം വന്നു? ഞാനും അങ്ങനെ തന്നെയാ കരുതിയത്. ചെന്നു നോക്കിയപ്പോ ഒരു ചെറുപ്പക്കാരന്റെ ജഡം. അയ്യോ, എന്തായാലും ഗ്ലാസ് പൊട്ടിയില്ല. ഞാൻ വൃത്തിയാക്കിക്കോളാമേ. കാലിൽ ചില്ല് തറയ്ക്കണ്ട. ഏതോ നല്ല വീട്ടിലെ പയ്യനാന്ന് തോന്നുന്നേ. പാന്റും ഷർട്ടുമാണ് വേഷം. ആരോ കൊന്നിട്ടാണെന്നൊക്കെയാ കൂടി നിൽക്കുന്നവര് പറയുന്നത്. പോലീസ് നായൊക്കെ വന്നിട്ടുണ്ട്. തലയില് എന്തോ കൊണ്ട് അടിച്ചതുപോലൊരു മുറിവുണ്ടെന്നാ കണ്ടവര് പറഞ്ഞത്. ഞാനടുത്തേക്കൊന്നും പോയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പണ്ടേ കഴിയില്ല. അത് പണ്ട് പഠിച്ചു നടക്കുമ്പോഴും അങ്ങനെ തന്നെയാ. അല്ല ശാരദാമ്മേ, ചായ? മോളെ, സാറിനൊരു ചായ കൊടുക്ക. ശാരദാമ്മ പേടിച്ചുപോയി. ഇത്തരം വാർത്തകളൊന്നും കാണാനും കേൾക്കാനും പാവത്തിന് കഴിയില്ല. എന്തുപറ്റി? ശവം. ശവോ? നസീറിന്റെ ശവം പൊങ്ങിയെന്ന്. സാർ, അബൂബക്കർ എന്ന ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. അബൂബക്കറോ? വരാൻ പറയും. ശരി സാർ. ചെല്ലാൻ പറഞ്ഞു. ശരി. ഇതെന്താടാ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഇരിക്കണോ? ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് തനിക്കറിയാം. എനിക്കെന്തെങ്കിലും ഒരു ഉത്തരം കിട്ടിയേ പറ്റൂ. എടോ, ഞാൻ പറഞ്ഞില്ലേ, അന്വേഷിച്ചു. നസീറിന്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ച് പല രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും താമസിക്കാൻ സാധ്യതയുള്ള വീടുകളും എല്ലാം അന്വേഷിച്ചു. പക്ഷേ കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു എവിഡൻസും ഒരിടത്ത് നിന്നും കിട്ടിയില്ല. പിന്നെ തന്റെ മകന്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസും ചില ബന്ധങ്ങളും ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. അതും പിടിച്ചു പോകുമ്പോ കേസ് മറ്റേതെങ്കിലും വഴിക്ക് പോകാനാ സാധ്യത. ഞാനിപ്പോ വരുന്നത് കായൽക്കരയിൽ അടിഞ്ഞിരിക്കുന്ന ഒരു മൃതദേഹം കണ്ടിട്ടാ. ബോഡി അവന്റേതാണോന്ന് തന്റെ പോലീസുകാർക്കൊരു സംശയം. ഞാൻ പോയി നോക്കി. അത് അവന്റെ ബോഡി അല്ല. അതിലൊരാശ്വാസം എനിക്കുണ്ട്. എങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പായി. എന്റെ മോൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവൻ ഇതിനകം എന്റെ അടുത്ത് എത്തിയാനെ. ഈ ഒരു കേസിന്റെ കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. ഇങ്ങനെ ഒരു ഉയർന്ന പൊസിഷനിൽ ഇരുന്നിട്ടും
തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോ താൻ എന്താണോ വിഷ്ണുവിന്റെ പുറകെ കേസ് കൊണ്ടുപോവാത്തത്? അതിന് വിഷ്ണുവിനെ സംശയിക്കാൻ എന്ത് തെളിവാണ് നമ്മുടെ കയ്യിലുള്ളത്? അല്ലെങ്കിൽ തന്നെ വിഷ്ണു നസീറിനെ കൊല്ലേണ്ട കാര്യം എന്താണ്? അന്ന് രാത്രി നൂർജഹാനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ വേണ്ടി പോയപ്പോഴാണല്ലോ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തത്. ആ വീട്ടിൽ നസീർ ചെന്നിട്ടുണ്ടെന്ന് നസീർ എനിക്ക് ഫോൺ ചെയ്തതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാം. നസീറിൽ നിന്ന് നൂർജഹാനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ശ്രമത്തിനിടയിലാണ് മരണം നടന്നതെങ്കിലോ? അങ്ങനെ ആവാലോ. ഈ പറയുന്ന വീട്ടിൽ